ബഹുമാനപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിലേക്കും പരമാധികാരത്തിലേക്കുമുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ ശ്രദ്ധേയമായ യാത്ര ആഘോഷിക്കാൻ ഇന്ന് നാം ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ വീരന്മാരുടെ ത്യാഗങ്ങൾ പ്രതിധ്വനിക്കാനുള്ള ഒരു ദിനമാണിത്. നാം തിരിഞ്ഞു നോക്കുമ്പോൾ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി ഉയർന്നു. ഡൽഹി ലാഹോർ ഗേറ്റിന് സമീപമുള്ള ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നമ്മുടെ സ്വാതന്ത്ര്യ സമരം വെറുമൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നില്ല, അത് നമ്മുടെ ജനങ്ങളുടെ അജയ്യമായ ആത്മാവിന്റെ തെളിവായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിന് നടന്ന അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പ് മുതൽ എണ്ണമറ്റ മറ്റുള്ളവരുടെ ധീരത വരെ അവർ ഒറ്റക്കെട്ടായിരുന്നു. ഈ പുണ്യദിനത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യാം. അവരുടെ ത്യാഗങ്ങൾ ഇന്ന് നമുക്കറിയാവുന്ന ഇന്ത്യക്ക് വഴിയൊരുക്കി. വൈവിധ്യവും ഊർജ്ജസ്വലവും പ്രതിരോധശേഷിയുമുള്ളതാണ്. സ്വാതന്ത്ര്യദിനം ഭൂതകാലത്തിന്റെ മാത്രം കാര്യമല്ല, വർത്തമാനകാലത്തെക്കുറിച്ചും ചിന്തിക്കാനും നമ്മുടെ ഭാവി വിഭാവനം ചെയ്യാനുമുള്ള സമയം കൂടിയാണിത്. ഈ മഹത്തായ രാജ്യത്തിന്റെ പൗരന്മാർ എന്ന നിലയിൽ നീതി, സമത്വം, സാഹോദര്യം എന്നിവയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ വഹിക്കുന്നു. ഓരോ വ്യക്തിക്കും അവരുടെ പശ്ചാത്തലം പരിഗണിക്കാത്ത അഭിവൃദ്ധി പ്രാപിക്കാൻ അവസരമുള്ള ഒരു സമൂഹം കെട്ടിപ്പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ പോരാട്ടത്തെ നിർവചിച്ച ഐക്യത്തിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം. നമ്മുടെ വൈവിധ്യമാണ് നമ്മുടെ ശക്തി. അത് ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ വഴിയിൽ വരുന്ന ഏത് പ്രതിബന്ധത്തെയും മറികടക്കാൻ നമുക്ക് കഴിയും. ഇന്ന് നാം നമ്മുടെ ദേശീയ പതാക ഉയർത്തുമ്പോൾ അത് നമ്മുടെ പങ്കിട്ട അഭിലാഷങ്ങളുടെയും ഒരു നല്ല നാളേക്കുള്ള പ്രതിബദ്ധതയുടെയും പ്രതീകമാകട്ടെ. നമ്മുടെ പതാകയുടെ നിറം പ്രതിനിധീകരിക്കുന്നത് പോലെ കുങ്കുമം ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നത്, വെള്ള എന്നത് സമാധാനത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. പച്ച എന്നത് വിശ്വാസത്തെയും ധീരതയും സൂചിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി നമുക്ക് കൈകോർക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ജയ് ഹിന്ദ്.